നമുക്ക് അഭിമന്യ തിരുവേനയുടെ കാൽപാദത്തെങ്കിലിരുന്ന് ഇത്രയും കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചു. ഒരു ആഗ്രഹവും കൂടെ ഉണ്ട് തിരുവേനയിൽ നിന്ന്. സി പി ചാണ്ടി സാറിൻ്റെ തിരുവേനെ നന്നായിട്ട് സി പി ചാണ്ടി സാർ എഴുതിയ ആ പദ്യങ്ങൾ അതെല്ലാം പാടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സഭയോടുള്ളത് ഏതെങ്കിലും ഒരു 4 ലൈൻ അഭിമന്യ തിരുവേനി ഒന്നിപ്പം പാട്ടൊന്നും പാടുന്നു. ബാവാതിരുമേനിമാരെ സ്വീകരിക്കുന്ന ഒരു പാട്ടുണ്ട്, ഒരു ശീലം. അതിന് പഴയ പാട്ട്, ഇപ്പോഴത്തെ പാട്ടല്ലത്. ബാവാതിരുമേനി ദുബായ് വന്നപ്പോൾ അത് പാടി ഒന്നാണ്. അത് പണ്ട് കൊച്ചു ആയിരുന്നപ്പോഴേ പഠിച്ചതാണ്. അത് ഇപ്പം ആ സ്വീകരണ പാട്ടൊന്നും അല്ല ഇപ്പം പാടുന്നത്. ഈ ആടുകളുടെ ഇടകൾ പേര് ചൊല്ലി വിളിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന ഒരു പാട്ടാണ്. ആ ഒരു സ്റ്റാൻസായി പാടുന്നുള്ളൂ. ആടുകൾ മധ്യേ വടിയേന്തിയൊരുത്തൻ നിലകൊള്ളുന്നല്ലോ, പേരു പറഞ്ഞു വിളിക്കുമ്പോൾ ഓരോന്നരികത്തണയുന്നു, അതിനെ പാലിപ്പാനുയിരും കളയാൻ മടിയില്ലാത്തിടയാ, വാണാലും നീണാളതിമോദം. ഇത് കുറിച്ചിയിലെ ബാവാതിരുമേനിക്ക് വേണ്ടി ചാണ്ടി സാർ എഴുതിയതാണ്. ആടുകൾ മധ്യേ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അതായത് ഏത് ബാവാതിരുമേനിമാരെ സ്വീകരിക്കുമ്പോൾ ഇത് തന്നെയാണ്. അങ്ങനെ ഒരു സ്റ്റാൻസ, 5-6 സ്റ്റാൻസ ഉണ്ട്. പിന്നെ സാർ എഴുതിയ വലിയ അർത്ഥമുള്ള ഒരു പാട്ടുണ്ട്, അതുകൂടെ പാടി നിർത്താം. നമ്മൾ എന്നും ചൊല്ലുന്നത് നിർമ്മലമാ ഉദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാ, ആത്മജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ, നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി, പാവനറൂഹ കൊടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ. ഇതിൻ്റെ അർത്ഥമൊന്നും അറിയാതെ നമ്മൾ ചൊല്ലുന്നത്. വേദശാസ്ത്രത്തിലെ, അതായത് മനുഷ്യാവതാരത്തിലെ ഏറ്റവും വലിയ അർത്ഥമുള്ളതാണ്. നിർമ്മലമാ മുതലേ നിർമ്മലമായ, ആ നിർമ്മലമെന്നുള്ള വാക്ക് സാറ് നല്ല ഭംഗിയായിട്ട് അവിടെ ഉപയോഗിച്ചു. അത് സുറിയാനിയിലെ ട്യൂൺ അനുസരിച്ച ഒരു വ്യത്യാസമില്ല. ഇത് സാറ് ഇത് എഴുതിയപ്പോൾ നമ്മുടെ വലിയ വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ VC ശാമുവേലച്ചൻ, നിങ്ങൾക്കറിയാമായിരിക്കും ചിലർക്കൊക്കെ. VC ശാമുവേൽ വലിയ നമ്മുടെ പൗലോസ് ഗ്രിഗോറി സിനിമയുടെ കൂടെ തന്നെയുള്ള അതുപോലെ നിലവാരമുള്ള ഒരു വേദശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ക്രിസ്റ്റോളജിയാണ് പഠിപ്പിച്ചത്. സെമിനാരി പിള്ളേർക്ക് അറിയാം ക്രിസ്റ്റോളജി, കർത്താവിൻ്റെ മനുഷ്യാവതാരം. അതിനെക്കുറിച്ച് സുറിയാനിയിലുള്ള പാട്ട് മലയാളത്തിൽ ഇതുപോലെ എഴുതിയ സാറിനെ അച്ഛൻ ഇങ്ങനെ പ്രശംസിക്കുന്നത് ഞാൻ കേട്ടു ഒരു വൈദിക മീറ്റിങ്ങിൽ. കാരണം സാർ അർത്ഥത്തിൽ ഒരു വള്ളിപുള്ളി പോലും വിശ്വാസത്തിന് ഭംഗം വരാതെ ഈ പാട്ട് എഴുതിയെന്നുള്ളതാണ് അച്ഛന് പ്രത്യേകം പറഞ്ഞത്. അതൊന്നുകൂടെ ചൊല്ലിച്ച് നിർത്താം. നിർമ്മലമാ ഉദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാ, ആത്മജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ, നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി, പാവനറൂഹ കൊടു ചേർപ്പാൻ മാനവരൂപം സ്വയം. അത് മനുഷ്യനായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് ദൈവത്തെ പോലെ നമ്മളെ ആക്കി തീർക്കാൻ എന്നുള്ളതാണ്. അതാ പാട്ടിപ്പോൾ അച്ഛനെ ഓർമ്മിപ്പിച്ചത് കൊണ്ട് അത് പാടിയതാണ്. അച്ഛനൊക്കെ നല്ല സന്തോഷമാണ്.